DC ഡിസൈൻ വാഹന മോഡിഫിക്കേഷൻ രംഗത്ത് പ്രമാദമായ പേരുകളിൽ ഒന്ന്. പ്രശസ്ത ഡിസൈനർ ദിലീപ് ചാബ്രിയയുടെ നേതൃത്വത്തിൽ DC പുറത്തിറക്കിയ വാഹനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഒരിടവേളയ്ക്ക് ശേഷം DC വീണ്ടും കാർ മോഡിഫിക്കേഷൻ രംഗത്ത് ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഗുവാഹത്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന DC നോർത്ത് ഈസ്റ്റ് പുറത്തിറക്കിയ എലറോൺ വാഹന പ്രേമികൾക്കിടയിൽ പുതിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ടൊയോട്ട ഫോർച്യൂണറിനെ ആധാരമാക്കി DC ആവിഷ്കരിച്ചിരിക്കുന്ന 2 ഡോർ അവതാരമാണ് എലറോൺ. 2014 ഓട്ടോ എക്സ്പോയിൽ വെച്ചാണ് എലറോണിനെ കമ്പനി ആദ്യം കാഴ്ചവെച്ചത്. അന്ന് 35 ലക്ഷം രൂപയായിരുന്നു മോഡിഫിക്കേഷന്റെ നിരക്ക്. പക്ഷെ പിന്നീട് എലറോണിനെ കുറിച്ച് കേട്ടുകേൾവിയുണ്ടായില്ല. 5 വർഷങ്ങൾക്ക് ശേഷം എലറോണിനെ DC വീണ്ടും പുനരവതരിപ്പിക്കുകയാണ്. ഇപ്പോഴും 35 ലക്ഷം രൂപ തന്നെയാണോ മോഡിഫിക്കേഷന് നിരക്കെന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. എന്തായാലും 2014 പിറന്ന എലറോണിൽ നിന്നും കാര്യമായി വ്യതിചലിക്കാതെയാണ് പുതിയ പതിപ്പ് ഒരുങ്ങുന്നത്. വിവിധ പാളികളായാണ് പുറമോടിയുടെ രൂപകൽപ്പന. മുൻ തലമുറ ഫോർച്യൂണർ SUV എലറോണിനുള്ള ക്യാൻവാസായി മാറുന്നു. എലറോണിന്റെ മട്ടിലും ഭാവത്തിലും ടൊയോട്ട തനിമ എങ്ങുമില്ല. ബോഡി ഡിസൈന് ഇരട്ട നിറമാണ്. ബമ്പറുകളും വീൽ ആർച്ചുകളും ഉൾപ്പെടുന്ന താഴ്ഭാഗം കറുപ്പഴക് കുറിക്കുന്നു. തിളക്കമേറിയ ഓറഞ്ച് നിറമാണ് ബോണറ്റിനും മേൽക്കൂരയ്ക്കും ചന്തം പകരുന്നത്. മുന്നിൽ ബൈസീനോൺ ഹെഡ്ലാമ്പുകളിൽ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളും ഇടം കണ്ടെത്തുന്നു. DC ലോഗോ പതിപ്പിച്ച വലിയ ഗ്രില്ലും ശ്രദ്ധ ആകർഷിക്കും. സങ്കീർണമായ അലോയ് വീൽ ഡിസൈനും കാറിൽ എടുത്തു പറയണം. പതിവ് പോലെ അകത്തളത്തിൽ ആഡംബരത്തിന് യാതൊരു കുറവും DC വരുത്തിയിട്ടില്ല. ആദ്യ തലമുറ ഫോർച്യൂണറിന്റെ സ്റ്റിയറിംഗ് വീലാണ് എലനോർ ഉപയോഗിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായുള്ള കൺട്രോൾ ബട്ടണുകൾ സ്റ്റിയറിംഗിലുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അനലോഗ് ഡയലുകൾക്കാണ് പ്രാതിനിധ്യം കൂടുതൽ. തടി നിർമ്മിതമെന്ന് തോന്നിക്കുന്ന ഡാഷ്ബോർഡ് കാറിന്റെ പ്രീമിയം പകിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. ഡാഷ്ബോർഡിൽ 4 വലിയ AC വിൻഡുകൾ കാണാം. ഒപ്പം പ്രത്യേക സ്റ്റോറേജ് ഇടവും. ഡോർ പാനലുകളിലും തടിഘടകങ്ങൾ ധാരാളമുണ്ട്. 2014 ഓട്ടോ എക്സ്പോയിൽ കോൺസെപ്റ്റ് മോഡലായാണ് എലറോണിനെ DC ഡിസൈൻ കൊണ്ടുവന്നത്. 260 bhp കരുത്തും 360 Nm ടോർക്കുമുള്ള 2 ലിറ്റർ ടർബോ എഞ്ചിനായിരുന്നു അന്ന് കാറിൽ. ഗിയർ ബോക്സ് 5 സ്പീഡ് ഓട്ടോമാറ്റിക്കും. പുതിയ പതിപ്പിൽ എഞ്ചിൻ യൂണിറ്റ് മാറ്റിയോ എന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ മുൻ തലമുറ ഫോർച്യൂണറിലെ 3 ലിറ്റർ ഡീസൽ എഞ്ചിനായിരിക്കും പുതിയ DC എലറോണിൽ തുടിക്കുന്നത്. മാനുവൽ ഗിയർ ബോക്സിനാണ് മോഡലിൽ സാധ്യത കൂടുതൽ. 2 ഡോർ കാറെന്ന് വിശേഷിപ്പിക്കുമ്പോഴും 4 സീറ്റുകൾ കാറിനകത്ത് ഒരുങ്ങുന്നത്. ബെഞ്ച് സീറ്റാണ് പിറകിൽ. ഡയമണ്ട് ആകൃതിയുള്ള തുകൽ സ്റ്റിച്ചിങ് എലറോണിലെ മുഖ്യ വിശേഷമാണ്.